ഗുഡ് മോർണിംഗ്. രാവിലത്തെ ഒരു ചായയൊക്കെ കുടിയൊക്കെ ശേഷം ഞാൻ എൻ്റെ പണിപ്പുരയിലേക്ക് കയറിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ താരമല്ല, കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പയാണ് നമ്മൾ കുക്കറിൽ സാധാരണ എല്ലാവരും റെഡിയാക്കുന്നത് പോലെ തന്നെയാണ് ഞാനും കപ്പക്കറി റെഡിയാക്കുന്നത്. 3 വിസിലിന് ശേഷം സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് വഴറ്റിയ ഒരു സിമ്പിൾ കപ്പക്കറി. കൂടെ കഴിക്കാൻ ചപ്പാത്തിയാണെന്നുള്ളത്. അങ്ങനെ ചപ്പാത്തിയും കപ്പക്കറിയും കഴിച്ച് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അതിനുശേഷം ദേവനെ സ്കൂളിൽ വിട്ടതിന് ശേഷം ആട്ടോ ഞങ്ങൾ കഴിക്കുന്നതൊക്കെ. അതിനുശേഷം ഒരു അൺബോക്സിങ് ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഏട്ടൻ എനിക്ക് വേണ്ടി ഒരു റിംഗ് ലൈറ്റ് വാങ്ങിച്ചു തന്നു. അപ്പോൾ ആദ്യത്തെ റെക്കോർഡിങ് ഫ്ലോപ്പായിപ്പോയി. ഞാൻ ക്യാമറ ഓണാക്കാതെ ഇതെല്ലാം ഇരുന്ന് തുറന്ന് കാണിച്ചു. പിന്നെയാണ് ഏട്ടൻ പറഞ്ഞത്, നീ ഇതൊന്നും ഓണാക്കാതെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ വീണ്ടും ഓൺ ചെയ്തിട്ട് പൊട്ടിച്ച റിംഗ് ലൈറ്റ് അകത്താക്കിയിട്ട് വീണ്ടും എടുത്ത് കവറിന് പുറത്താക്കി നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുകയാണിത്. പ്രഹസനം മാത്രമാണിത്. അപ്പോൾ അതിൻ്റെ റിംഗ് ലൈറ്റിൻ്റെ പല പല മോഡുകൾ ഞങ്ങളിങ്ങനെ മാറ്റി മാറ്റിയൊക്കെ നോക്കി. അങ്ങനെ ബ്ലൂ, പിന്നെ ലൈറ്റ് മഞ്ഞ, അങ്ങനെ കുറേ പല പല കളർ കണ്ടു. അതെല്ലാം അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ അതെല്ലാം. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഊണിനേക്ക് സമയമായി. ചോറിന് കഴിക്കാൻ ചോറിൻ്റെ കൂടെ അവിയലും പിന്നെ മീൻ വറുത്തതും പടവലങ്ങ മെഴുക്ക് പുരട്ടിയുമാണ്. പടവലങ്ങ മെഴുക്ക് പുരട്ടി ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. പിന്നെ രാവിലെ ദേവന് കൊടുത്തത് കൊണ്ട് അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ജസ്റ്റ് എടുത്തു എന്ന് മാത്രം. അപ്പോൾ വൈകിട്ടായപ്പോഴേക്കും ഏട്ടനും ദേവനും കൂടി എത്തിയിരിക്കുന്നു. പിന്നെ കയ്യിൽ പാഴ്സലായിട്ട് ഞങ്ങൾക്ക് ബജ്ജി കൊണ്ടുവന്നിരുന്നു. നല്ല ടേസ്റ്റാട്ടോ ഈ ബജ്ജിക്ക്. അപ്പോൾ അന്നേരം പാൽ വന്നിട്ടില്ലായിരുന്നു. അതിന് ശേഷമാണ് ഞങ്ങൾ ചായ തിളപ്പിച്ച് കുടിച്ചത്. അങ്ങനെ ചായയും കുടിച്ചു, ബജ്ജിയും കുടിച്ചതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ രാത്രിയായപ്പോഴേക്കും പിന്നെ എൻ്റെ പാട്ട് റെക്കോർഡിങ് പ്രഹസനമാണ് വീണ്ടും ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം നടന്ന് പാടാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നടന്നൊന്നുമല്ല പാടിയത്, വേറെ എവിടെയോ ഇരുന്നിട്ടാട്ടോ പാടിയത്. അതിനുശേഷം മേലൊക്കെ കഴുകി ഞാൻ വന്നപ്പോഴേക്കും ദാ നോക്കുന്നു, ഒരു ജൂനിയർ സുദീപ് ബെഡിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടിരുന്നു. ബായ്.